അപ്പോഴേ സമോസ ഷീറ്റ് വല്ലതും ബാക്കി ഇരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു 3-4 എണ്ണം എടുത്തോളൂ. നമുക്ക് കിടിലൻ ലാസാനിയ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഷീറ്റുകളൊക്കെ ഞാൻ പെറുക്കി എടുത്തിട്ടുണ്ട്. ഇനിയൊരു 100 ഗ്രാമിനടുത്ത് ബോൺലെസ് ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇലക്ട്രിക് ചോപ്പറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിൻസ് ചെയ്തെടുക്കുന്നുണ്ട്. മിൻസ്ഡ് ബീഫ് ആയാലും മതിയാകും കേട്ടോ. ബീഫ് ഒന്ന് മിൻസാക്കിയിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്തൊന്ന് ചോപ്പ് ചെയ്തെടുക്കും. ഇനി ചൂടായ ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് സവാള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളിയുടെ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാപ്രിക്ക പൗഡർ, പെപ്പർ പൗഡർ, ഒറിഗാനോ ഇതെല്ലാം ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് മിൻസ്ഡ് ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മൂടി വെച്ച് ചെറുതീയിൽ ബീഫ് ഒന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് സമൂസ ഷീറ്റ് അല്പം ചൂടുവെള്ളത്തിൽ ഇതുപോലെ ഓരോന്നും ഫോൾഡ് ചെയ്തിട്ട് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. അടുത്തതായിട്ട് ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ്, പെപ്പർ പൗഡർ, ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. ഇനി കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എയർ ഫ്രയറിലേക്ക് വെക്കാൻ പറ്റിയ ഒരു ട്രേയിലേക്ക് നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാനൊരു ഗ്ലാസ് ട്രേയിലേക്ക് വൈറ്റ് സോസ് കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സമൂസ ഷീറ്റ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്കായിട്ട് നമ്മുടെ ബീഫ് കീമ വെച്ച് കൊടുക്കുന്നുണ്ട്. ചീസ് അത്യാവശ്യം അളവിന് തന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ലെയർ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ബൗൾ എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത് 180 ഡിഗ്രി 8 മുതൽ 10 മിനിറ്റ് വരെയാണ് കേട്ടോ. ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് ചീസൊക്കെ ഒന്ന് മെൽട്ടായി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എയർ ഫ്രയറിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ടെമ്പറേച്ചർ എയർ ഫ്രയറിനനുസരിച്ചിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ വേരി ചെയ്യാവുന്നതാണ്. അപ്പോൾ ലെഫ്റ്റ് ഓവർ സമൂസ ഷീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയ നല്ല കിടിലൻ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ലസാനിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ബാക്കി സമൂസ ഷീറ്റൊക്കെ വീട്ടിലുണ്ടാവും എന്നുള്ള ഉറപ്പല്ലേ. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്ത് വയ്ക്കുക, ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക. പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.